പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും തിരുവചനമായ ദിവസത്തിലായിരിക്കാൻ ദൈവം നൽകിയ അതികൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 51-ൻ്റെ 10-ാമത്തെ വാക്യം. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ എടുത്തു കളയരുത്. നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുത്. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. കർത്താവേ, വചനത്തിൻ്റെ ആഴങ്ങളെ ഞങ്ങളെ ഗ്രഹിപ്പിക്കണമേ. വചനത്തിൽ കൂടി ഞങ്ങൾ സംസാരിക്കുമാറണമേ. കർത്താവെ, ഇരുവായ്ത്തുള്ള ഞങ്ങളുടെ വാൾ കർത്താവെ, വചനത്തിൽ ഞങ്ങൾ ഭയത്തോടെ വിറയലോടെ ഞങ്ങളായിരിക്കുന്നു. വചനത്തിൽ കൂടി ഞങ്ങൾ സംസാരിക്കണമേ. വചനം കേൾക്കുന്ന വ്യക്തികൾക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ പാപബോധം ഉളവാകുവാൻ കർത്താവെ, മാനസാന്തരം ഉണ്ടാകുവാൻ, രൂപാന്തരം ഉണ്ടാകുവാൻ സ്വർഗത്തിലെ വചനം ഞങ്ങൾ സഹായിക്കണം. കർത്താവ് ഞാൻ ചെയ്യുന്നതിനായ സ്തോത്രം. യേശു നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും തിരുവചനമായി ദൈവം നമ്മളെ സഹായിച്ചതിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തയ്ക്കായി നമ്മൾ 51-ാം സങ്കീർത്തനം 10-11 വാക്യമാണല്ലോ വായിച്ചത്. ഹല്ലേലൂയ. നമുക്കറിയാം, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ദാവീദ് പാപം ചെയ്തു. ബത്ശേബായി തനിക്കൊരു മകൻ ഉണ്ടാകുകയും പാപത്തിൻ്റെ പരിണഫലമായി ഹല്ലേലൂയ മകൻ മരിച്ചു പോകുന്നതായി കാണുന്നു. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ 4-ാം പ്രവാചകൻ വന്ന് തൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുകയും താൻ ഹല്ലേലൂയക്ക് പൂർവ്വം ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധി നിലവിളിച്ച് കരയുന്നതായ സങ്കീർത്തനമാണ് ഈ 51-ാം സങ്കീർത്തനം. സ്തോത്രം. 4-ാം പ്രവാചകൻ വന്ന് തന്നോട് താൻ ചെയ്ത പാപത്തെക്കുറിച്ച് ഉണർത്തിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ താൻ രചിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 51-ാം സങ്കീർത്തനം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, 4-ാം പ്രവാചകൻ തന്നോട് വ്യക്തിപരമായി വന്ന് പറഞ്ഞ് തന്നെ ഉണർത്തിക്കുന്നതാണ്. ഈ സങ്കീർത്തനം ഈ വചനത്തിൽ ഞാൻ ധ്യാനിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, പലപ്പോഴും ഇന്നത്തെ ലോകത്തിൽ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്താൽ അതിനെ കൊട്ടിഘോഷിച്ച് ആ വ്യക്തിയെ എത്രമാത്രം തേജോബധം ചെയ്യാമോ അത്രമാത്രം തേജോബധം ചെയ്യുന്ന ഒരു മണ്ഡലത്തിലാണ് നാം ഇന്ന് കഴിയുന്നത്. സ്തോത്രം. എന്നാൽ ലേഖനങ്ങളിലും പറയുന്നുണ്ട്, ഒരു വ്യക്തി ബലഹീനനായി പാപം ചെയ്താൽ ആ വ്യക്തിയെ പോയി കണ്ട് മൂപ്പനാദ്യം പോയി കണ്ട് അവനെ വരുത്തിയ തെറ്റിനെക്കുറിച്ച് അവനക്ക് ബോധം വരുത്തുക എന്ന് ലേഖനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്വതം ഇവിടെ നമുക്ക് പഴയ നിയമത്തിൽ കാണുന്നത് ഹല്ലേലൂയ 4-ാം പ്രവാചകനെ ഹല്ലേലൂയ ദാവീദിൻ്റെ അടുത്തേക്ക് വിടുകയാണ്. 4-ാം പ്രവാചകൻ ചെന്നിട്ട് അവനോട് ഒരു ഉപമ പ്രസ്താവിച്ച് അപ്പോൾ ആ ഉപമയിൽ കൂടി അവൻ ആ വ്യക്തി ആരും ചോദിക്കുമ്പോൾ ആ വ്യക്തി നീയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയ ദൈവമക്കൾ, ഈ വചനമൊക്കെ ധ്യാനിച്ച് വളരെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന വ്യക്തികളോടായിട്ട് ഞാൻ ഒരു നിമിഷം ഞാൻ പറയട്ടെ. നമ്മുടെ വായിൽ നിന്ന് പോകുന്ന വാക്കും നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന കല്ല് ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. സ്തോത്രം. നമ്മളെ വാക്കുകൊണ്ട് നാം ഒരു വ്യക്തിയെ മുറിവേൽപ്പിച്ചാൽ അവരെ ഹല്ലേലൂയ ആക്ഷേപിച്ചാൽ അവരുടെ ഹല്ലേലൂയ അതൊരു വേദനയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അത് നമുക്ക് ഒരിക്കലും പിന്നെ ഒരു സോറി പറഞ്ഞാൽ പോലും നമുക്ക് ആ വാക്ക് തിരിച്ചെടുക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു സഹോദരി ഒരു ജീവിതത്തിൽ ഒരു അപാകത വന്നാൽ ആ വ്യക്തിയെ മാറ്റി നിർത്തി ആ വ്യക്തിയോട് പറഞ്ഞത് മനസ്സിലാക്കുക. സ്തോത്രം. അതാണ് ദൈവസ്നേഹം ഉള്ളൊരു വ്യക്തി ചെയ്യേണ്ടത്. അല്ലാതെ മറ്റുള്ളവർക്ക് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഞാൻ പലതും കാണും, മീഡിയയിലെ കാണാൻ ആ വ്യക്തി എത്രയോ തേജോബധം വീഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ റെക്കോർഡിങ്ങിലൊക്കെ അയച്ചു കൊടുത്ത് ആ വ്യക്തിയെ മാക്സിമം ഹല്ലേലൂയ തേജോബധം ചെയ്യുന്നവർ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ചില വ്യക്തികൾ ആത്മഹത്യ ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വാസം നിലനിൽപ്പില്ലാത്തവൻ പോയിട്ട് മരിക്കുവാനിടയായിത്തീരും. പ്രിയ ദൈവമക്കളെ, നമ്മളൊരു വാക്കുകൊണ്ട് ഒരു ജീവിതം തകരുവാനിടയായിത്തീരുന്നത്. നമ്മുടെ വാക്ക് കെയർഫുള്ളായിരിക്കണം. ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയത്തില്ല. ഒരു വ്യക്തിയെ നമുക്ക് ഏൽപ്പിച്ച ഹൃദയത്തിൽ നാം പറയുന്ന ആ ഒരു നിമിഷത്തെ വേടത് ആ വാക്ക് ആ ഹൃദയത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എത്രമാത്രം ആഘാതം ഉളവാക്കുന്നു, വേദന ഉളവാക്കുന്നു നാം മനസ്സിലാക്കണം. നാം പിന്നെ എത്ര സോറി പറഞ്ഞാലും നമുക്കൊരു പക്ഷേ ആ വ്യക്തിയുടെ ജീവിതം നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഓർക്ക് ആ ഒരു വാക്കിൽ ഇപ്പോൾ ആ വ്യക്തി ആത്മഹത്യ ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ജീവനെ തിരിച്ചിട്ട് എടുക്കാൻ കഴിയുമോ? ഇല്ല, കഴിയത്തില്ല. അതുകൊണ്ട് നാം എപ്പോഴും തിരുവചനമായിട്ട് നമ്മൾ ആസ്പദം ചെയ്ത് വേണം നാം സംസാരിക്കുവാനും ഇടപെടുവാനും കേട്ടോ. മാക്സിമം കഥാന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചിയുള്ളതായി തീരണം. നമ്മൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരായി തീരണം, ധൈര്യപ്പെടുത്തുന്നവരായി തീരണം.
നമ്മളെ വാക്കുകൊണ്ട് ഒരു വ്യക്തിയെ അധൈര്യപ്പെടുത്തി കളയുവാനോ അവരുടെ ജീവിതം തകർത്ത് കളയുവാനോ ഇടയായിത്തീരരുത്. സ്തോത്രം. നമ്മൾ വചനത്തിലേക്ക് നമുക്ക് വരാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, നാഥാൻ പ്രവാചകൻ അവനെ അയച്ച് ദാവീദിന് ഹല്ലേലൂയ ബോധ്യമായപ്പോൾ അവൻ ദൈവസന്നിധി തകർന്ന് നിലവിളിക്കുന്ന സങ്കീർത്തനമാണ് ഇവിടെ നമുക്ക് ഈ 51-ാം സങ്കീർത്തനം. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. ഹല്ലേലൂയ. നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഈ ദാവീദിനെക്കുറിച്ചാണ് ദൈവം പറയുന്നത്, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷനാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നോക്കിക്കേ, പാപം ചെയ്ത് ഊരിയാവിനെ കൊന്നു കളഞ്ഞു, ബത്ശേബയുമായിട്ട് പാപം ചെയ്തു, ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിരക്കപ്പെടാത്തതായി പാപം ചെയ്തിട്ടും അവൻ ദൈവസന്നിധി നിലവിളിച്ച് കരഞ്ഞപ്പോൾ ദൈവം അവനെക്കുറിച്ചുള്ള സാക്ഷ്യം പറഞ്ഞു, എൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഇന്ന് ലോകം നമ്മെക്കുറിച്ച് എന്ത് വിധി എഴുതിയാലും ആളൊരു ഇവിടെ അവൻ്റെ ആ പാപത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവൻ ദൈവസന്നിധി നിലവിളിക്കുന്നത്. ദൈവമേ, നീ നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ എന്നവൻ തകർന്ന് കരയുക. സ്തോത്രം. അവനെ ഒരുപക്ഷെ അവൻ്റെ പ്രാർത്ഥനാ മുറിയിൽ അവൻ നിലവിളിച്ച് തകർന്ന ദൈവസന്നിധിയുമായിട്ടുള്ള ക്രമീകരണം അവൻ ഏറ്റെടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. തുടർന്നുള്ള സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഹല്ലേലൂയ ദാവീദ് ഏറ്റവും കൂടുതൽ സങ്കീർത്തനങ്ങൾ രചിച്ചിട്ടുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ വേദനയിൽ കൂടി, അവൻ്റെ ദുഃഖത്തിൽ കൂടി, അവൻ്റെ വേദനയിൽ ദുഃഖത്തിൽ എഴുതിയ പാട്ടുകളാണ് ഈ സങ്കീർത്തനങ്ങൾ. സ്തോത്രം. നാം ഇന്ന് അത് വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ബലമായി തീരുവാനിടയായി തീർന്നുണ്ട്. സ്തോത്രം. ഈ സോപ്പ് കൊണ്ട് നീ എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ നിർമ്മലനാകേണ്ടതിന്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിൽ വന്ന ആ പാകപ്പിഴപ്പിനെ, ആ പാപത്തെ മനസ്സിലാക്കി ഹൃദയ തകർച്ചയോടെ അത് അവൻ പറഞ്ഞ് ദൈവത്തിൻ്റെ ക്രമീകരണം തകർന്ന ഹൃദയത്തോടെ അവൻ കരഞ്ഞ് ക്രമീകരണം പ്രാപിച്ചെടുക്കുകയാണ്. പിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ. കാരണം നാം ദാവീദിൻ്റെ വംശാവലിയിലാണ് യേശു ജനിക്കുന്നത്. ദാവീദിൻ്റെ ഗൃഹത്തിൽ തന്നെയാണ് യേശു ജനിക്കുന്നത്. ആ ദാവീദിനെ ദൈവം നീതിമാനായി എണ്ണുവാനിടയായി തീർന്നു. എനിക്ക് ഹൃദയപ്രകാരമുള്ള പുരുഷനെന്ന ദൈവം അവനെക്കുറിച്ച് സാക്ഷ്യം പറയുവാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, എൻ്റെ വാക്കുകൾ കേൾക്കുന്ന നാം ഒരു വ്യക്തി ദൈവസന്നിധി ക്രമീകരണം പ്രാപിച്ച് അവനും ദൈവമായി നിരപ്പ് പ്രാപിച്ച് കഴിഞ്ഞാൽ ദൈവം അവനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുവാനിടയായിത്തീരും. പക്ഷേ ഇന്ന് വിധി എഴുതി, ഇന്ന് കുറ്റം പറഞ്ഞ് ദാവീദിനെക്കുറിച്ച് വളരെ മോശമായി പ്രീച്ച് ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അതൊന്നുമല്ല എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഒരു വ്യക്തി എത്ര നന്മ ചെയ്താലും അവൻ്റെ ഒരൊറ്റ തെറ്റ് മതി മനുഷ്യനതെല്ലാം മറന്നു കളയാൻ. എന്നാൽ ദൈവമക്കളെ, സ്തോത്രം, നമ്മുടെ ദൈവം അങ്ങനെ അനീതിയുള്ള ദൈവമല്ല. നമ്മുടെ ദൈവം നമ്മെ മറന്നു കളയുന്ന ദൈവമല്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ തകർത്താലും നമ്മൾ നിന്ദിച്ച് ഈ ലോകത്തിലെ മനുഷ്യൻ നമ്മെ മൂടുപടം വിട്ട് ഒരു ഹല്ലേലൂയ തകർത്ത് കളഞ്ഞേക്കാം. സ്തോത്രം. ഒരിക്കലും നീ എഴുന്നേക്കരുത്തില്ല, അല്ലെങ്കിൽ ഒരിക്കലും നീ ശോഭിക്കരുത് എന്ന് കരുതി നിന്നെ എന്നേക്കുമായി മൂടുപടം വിട്ട് തകർത്ത് കളഞ്ഞേക്കാം. എന്നാൽ ഹല്ലേലൂയ, എൻ്റെ വാക്ക് കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, പ്രിയ കുഞ്ഞേ, ഹല്ലേലൂയ, നിൻ്റെ അവസ്ഥ, നിൻ്റെ ഹൃദയത്തിൻ്റെ വേദന കാണുന്നൊരു ദൈവം നിൻ്റെ അവസ്ഥ കാണുന്ന, നീ ഏത് അവസ്ഥയിലായിരിക്കുന്നു, ഏത് അവസ്ഥയിലാണ് നിലവിളിക്കുന്നത് എന്ന് അറിയുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. നീ ഫോർഗീവ്നെസ് ചെയ്യുമ്പോൾ ദൈവം നിന്നോട് പൂർണ്ണമായി ഫോർഗീവ്നെസ് ചെയ്തുകൊണ്ട് നിന്നെ മറ്റൊരു തലത്തിലേക്ക് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കണം. സ്തോത്രം. ആകിയാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ദാവീദിനെ മാനിച്ച് ഉയർത്തിയതുപോലെ ദൈവം ഹല്ലേലൂയ, സ്തോത്രം, ദാവീദിനെ ഹല്ലേലൂയ പിന്നീടിൽ മാനിച്ച് അവൻ്റെ തലമുറകളെ ഹല്ലേലൂയ ശലോമിനെ കൂടി ദൈവം ആലയം പണിതെടുക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ദാവീദിൻ്റെ സിംഹാസനത്തെ ദൈവം സ്ഥിരമാക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവിടെ പറയുന്നുണ്ട്, എൻ്റെ പിതാവായ ദാവീദിനോട് ചെയ്ത പ്രമാണത്തെ, നിയമത്തെ ഞാൻ മറന്നു കളയുന്ന ദൈവമല്ല എന്ന് ദൈവം തന്നെ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എന്തുകൊണ്ടാണ് ദാവീദിനെ ദൈവം ഇത്രമാത്രം സ്നേഹിച്ചത്? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഹല്ലേലൂയ, എൻ്റെ വാക്ക് കേൾക്കുന്ന പ്രിയ കുഞ്ഞേ, മാതാവേ, പിതാവേ, ലോകത്തിൻ്റെ മുമ്പിൽ നാം ത്യജിക്കപ്പെട്ടാലും തേജോപതനം ചെയ്യപ്പെട്ടാലും നാം പാപിയെന്നോ മറ്റ് ഏതൊരു രീതിയിൽ മുദ്ര കുത്തിയാലും നമ്മളെ ഹൃദയത്തിൻ്റെ നിലപാട് അറിയുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യൻ അത് ഹല്ലേലൂയ മരണം വരെയും
പറഞ്ഞ് നിന്നെ നിന്ദിക്കുമ്പോൾ, ഹല്ലേലൂയ, മുഖം തിരിച്ചു കളയുമ്പോൾ, കാർക്കിച്ച് തുപ്പുമ്പോൾ, ദൈവം അനീതിയുടെ ദൈവമല്ല, ദൈവം നിന്നെ മാനിക്കുന്ന ദൈവമാണ്. നീ എവിടെ തകർക്കപ്പെട്ടോ, എവിടെ നിന്ദിക്കപ്പെട്ടോ, അവിടെ ദൈവം നിന്നെ മാനിക്കുന്ന ദൈവമാണ്. നിന്നെ എവിടെ നീ എവിടെ തകർക്കപ്പെട്ടോ, നീ ഏത് സ്ഥാനത്താണ്, അവിടെയാണ് ദൈവം നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നത്, നിൻ്റെ തലമുറയെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, മനുഷ്യ വാക്കുകൾ കേട്ട് നീ ഒരു മുഴം കയറിലോ അല്ലെങ്കിൽ ഒരു വിഷക്കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു ഡ്രൈവർ ട്രക്കിലോ നിൻ്റെ ജീവിതം ഒടുക്കുവാനല്ല പൈതലേ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദാവീദിനെ മാനിച്ചതുപോലെ അവനോട് ഫോർഗീവ് ചെയ്ത് നിന്നെ മറ്റൊരു തലത്തിലേക്ക് ദൈവം നിന്നെ മാനിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിന്നെ ശ്രേഷ്ഠമായി ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വതന്ത്രമാകിയ ധൈര്യം ഏറ്റെടുത്തുകൊണ്ട് ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവൻ നമ്മൾ ഒരിക്കലും കൈവിടത്തില്ല. സ്തോത്രം. ദാവീദിന് അങ്ങനെ ഒരു ഉറപ്പ് ദൈവം കൊടുക്കുവാനിടയായിത്തീരുന്നു. ഈ 51-ാം സങ്കീർത്തനം അവൻ ഹൃദയം തകർന്ന കരഞ്ഞ് അവൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് അവൻ എഴുന്നേൽക്കുമ്പോൾ അവനൊരു വ്യത്യസ്തനായിട്ടാണ് എഴുന്നേൽക്കുവാനിടയായിത്തീർന്നത്. സ്തോത്രം. പുതിയൊരു അഭിഷേക തൈലവുമായിട്ട് അവൻ എഴുന്നേൽക്കുവാനിടയായിത്തീർന്നത്. സ്തോത്രം. നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ശമൂവേലിൻ്റെ പുസ്തകങ്ങളുടെ ഒക്കെ വായിക്കുമ്പോൾ ദാവീദ് എവിടെയൊക്കെ പോയി യുദ്ധം ചെയ്തു അവിടെയൊക്കെ അവൻ സക്സസ്ഫുള്ളായി തീരുവാനിടയായിത്തീർന്നു. അതെന്തുകൊണ്ടാണ്? സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ തോൽവികളെ അവനിൽ വന്ന പരാജയത്തെ അവൻ മനസ്സിലാക്കി അത് അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവൻ ഫോർഗീവ് ചെയ്ത് ദൈവസ്ഥാനിൽ നിന്ന് അവൻ വീണ്ടും ആത്മീയ ബലം അവന് പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തെ അവൻ തിരിച്ചു പിടിക്കുവാനിടയായിത്തീർന്നു. അത് തിരിച്ചു പിടിച്ചപ്പോൾ സ്തോത്രം ഹല്ലേലൂയ, ദൈവസ്ഥാനിൽ നിലപാട് വീണ്ടും കഴിഞ്ഞ് ഫോർഗീവ്നെസ് ചെയ്തപ്പോൾ ദൈവം അവനുമേൽ പ്രസാദിപ്പാനിടയായിത്തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ പോകുന്നതൊക്കെ അവൻ സക്സസ്ഫുള്ളായി തീരാനിടയായിത്തീർന്നു. പ്രിയ ദൈവമക്കളെ, നാമും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ അപാകതകൾ അല്ലെങ്കിൽ തെറ്റുകൾ, പരാജയങ്ങൾ, അത് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കാരണം ലഭിക്കും. സ്വതന്ത്രം. നാം എൻ്റെ വാക്ക് കേൾക്കുന്ന പ്രിയ കുഞ്ഞെ, ഹല്ലേലൂയ, നാം ഇന്നത്തെ ലോകത്തിൽ നമ്മൾ ആരും സക്സസ്ഫുൾ അല്ല. വചനപ്പെടുത്തുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ആരും കൊള്ളാവുന്നവരറിയില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. അങ്ങനെ ദൈവ തേജസ് നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് തൻ്റെ പുത്രനെ അയച്ച് ദൈവം നമ്മുടെ രക്തത്താൽ നമ്മളെ വീണ്ടെടുപ്പാനിടയായിത്തീർന്നത്. ആ വീണ്ടെടുപ്പിൻ്റെ വിലയാണ് നമുക്ക് ദൈവം പാടുന്നത്. സ്തോത്രം. അപ്പോൾ അപ്പാ പിതാവേ എന്ന് പറഞ്ഞ് ഓടി വന്ന കൃപാസനത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ദൈവത്തോട് ഹല്ലേലൂയ ക്രമീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഹല്ലേലൂയ ആ മുടിയനായ പുത്രൻ എന്തോ ചെയ്തേ, അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. അപ്പനെക്കുറിച്ച് അവൻ ഓർത്തു. എപ്പോഴാണ് ഓർത്തേ? അവനുള്ള സമ്പത്തെല്ലാം നഷ്ടമായി. അവന് ഹല്ലേലൂയ പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എന്തുമാത്രം ഭക്ഷണങ്ങൾ കഴിച്ച് വേസ്റ്റാക്കി കളയുന്നു, അല്ലെങ്കിൽ ആ അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവൻ ഓർക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ അവൻ ഒരു ഹൃദയത്തിലൊരു തീരുമാനമെടുത്തു. എന്താ തീരുമാനമെടുത്തേ? ഞാൻ മടങ്ങിച്ചെല്ലും. എവിടോട്ട് മടങ്ങിച്ചെല്ലും? എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങിച്ചെല്ലും. മടങ്ങി ചെന്നിട്ട്, ഞാൻ അപ്പാ നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു, നിൻ്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഞാൻ പറയും എന്ന് അവൻ്റെ ഹൃദയത്തെ ചിന്തിച്ച് കഴിഞ്ഞ് മടങ്ങി ആ ചിന്തിച്ച നിമിഷം തന്നെ സ്വർഗത്തിലെ പിതാവ് അവനോട് ഫോർഗീവ് ചെയ്ത് കഴിയും. സ്വത്രം. മാത്രമല്ല പിന്നെ മടങ്ങി അവൻ ചെല്ലുന്ന കാണുമ്പോൾ കാണുന്ന കാഴ്ച എന്തോ നാം കാണുന്നേ? ദൂരവേ അവൻ വരുന്നത് കണ്ട് നോക്കിയിരിക്കുന്ന ഒരു പിതാവിനെ. സ്വതം. ഞാൻ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം ധ്യാനിച്ചപ്പോൾ ഞാൻ ആ മെസ്സേജ് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. അവിടെ നമുക്ക് ആ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് കാണുവാനും കഴിയും. സ്തോത്രം. മകൻ ദൂരവേന്ന് വരുന്നത് കണ്ട് ഓടി വന്ന ആ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരയുകയും അവൻ്റെ കാലുകൾ കഴുകി അവൻ്റെ വസ്ത്രങ്ങൾ മാറ്റി അവന് പുതിയ വസ്ത്രം ധരിപ്പിച്ച് പുതിയ മോതിരം ധരിപ്പിച്ച് അവന് ഭക്ഷണം അവന് കൊടുക്കുക മാത്രമല്ല എല്ലാവരെയും വിളിച്ച് തൻ്റെ വലിയ മടങ്ങിപ്പോയ മരിച്ചു പോയി എന്ന് ചിന്തിക്കുന്ന ആ ജീവിതത്തിലെ അവനെ മടക്കി വരുത്തി അവനൊരു ഹല്ലേലൂയ ലോകത്തെ മറ്റുള്ളവരെ എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്ന മകൻ മടങ്ങി വന്ന സന്തോഷം പങ്കിടുന്ന ഒരു പിതാവിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞ ഉദ്ദേശം പറയാം. ഹല്ലേലൂയ. ആ പിതാവിൻ്റെ സ്നേഹം
അല്ല നാം ഫോർഗീവ് ആ മുടിയായ പുത്രൻ ഹൃദയത്തിൽ ഞാൻ അപ്പനോട് ക്ഷമിക്കും, ഞാൻ പോയി ക്ഷമ ചോദിക്കും എന്ന് ഹൃദയത്തെ ചിന്തിച്ച ആ നിമിഷം തന്നെ ദൈവം അവനോട് ഫോർഗീവ് ചെയ്യുവാനിടയായത്. മാത്രമല്ല ലോകത്തിലെ പിതാവിനോട് ചെന്ന് അവൻ ഹല്ലേലൂയ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ ആ പിതാവ് അവനോട് ക്ഷമിക്കുവാനിടയായിത്തീർന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ ആ പിതാവിൻ്റെ സ്നേഹം, ഈ പിതാവിൻ്റെ സ്നേഹത്തിനേക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ സ്വർഗത്തിലെ പിതാവ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ മാതാവോ പിതാവോ മറ്റാരും നിന്നോട് ഫോർഗീവ്നെസ് ചെയ്തില്ലേലും നിൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാക്കിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം ദാവീദിനോട് ക്ഷമിച്ചതുപോലെ നിന്നോട് ക്ഷമിക്കുവാനിടയായിത്തീരും. പ്രിയ കുഞ്ഞെ, ഒരു നിമിഷം നിൻ്റെ ജീവിതത്തിൽ വന്ന അപാകതകളെ ഏറ്റുപറഞ്ഞ് ഫോർഗീവ് ചെയ്ത് കർത്താവ് ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തതിന് മകനെന്ന് വിളിപ്പാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് നിലവിളിപ്പാൻ നീ തയ്യാറെങ്കിൽ ദൈവം നിന്നെ കൈക്കൊള്ളുവാനിടയായിത്തീരും. മാത്രമല്ല ദാവീദിനെ മാനിച്ചതുപോലെ നിൻ്റെ ഹല്ലേലൂയ സിംഹാസനത്തെ സ്ഥിരമാക്കുവാൻ ദൈവം ഇടയായിത്തീരും. നിൻ്റെ തലമുറകളെ ദൈവം മാനിപ്പാനിടയായിത്തീരും. സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ. ഈ സങ്കീർത്തനം നമുക്ക് ഒത്തിരി എൻ്റെ ഹൃദയത്തെ ഒത്തിരി വളരെ സ്പർശിച്ച സങ്കീർത്തന സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ലോകം നമ്മെ എന്തും വിധി ചെയ്തട്ടെ, ലോകത്തിൻ്റെ വിധിയല്ല അന്തിമ വിധി എന്ന് നാം മനസ്സിലാക്കണം. സ്വർഗീയ പിതാവ് നിന്നെക്കുറിച്ച് എന്ത് പറയുന്നു, അതാണ് കുഞ്ഞെ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. ആകെ ഈ ലോകത്തിൻ്റെ വാക്കുകൾക്ക് നീ ചെവി കൊടുക്കാതെ, ഈ ലോകത്തിൽ ആരും നിന്നെ പരിഹസിക്കുകയോ അപകീർത്തിക്കുകയോ എന്ത് മൂടുപടിടുകയോ നിന്നെ എന്ത് തെജോപതം ചെയ്യുകയോ ചെയ്യട്ടെ, അവരുടെ വാക്കുകൾക്ക് നീ ചെവി കൊടുക്കാതെ കർത്താവിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്ത് നീ മുന്നോട്ട് പോകുന്നെങ്കിൽ ദൈവം നിന്നെ മാനിപ്പാനിടയായിത്തീരും. സ്വർഗം നിന്നെ ആദരിപ്പാനിടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.